കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് മിഠായികൾ മാത്രം വിറ്റിരുന്ന ഒരു കടക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം ആ ഭാഗങ്ങളിലൊക്കെ പ്രശസ്തനായിരുന്നു. രാവിലെ മുതൽ കഠിനാധ്വാനം ചെയ്യുന്ന അദ്ദേഹം ഉച്ചയാകുമ്പോഴത്തേനും കടയിൽ എവിടെയെങ്കിലും വിശ്രമിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ കട സദാസമയം വൃത്തിയും വെടുപ്പും ഉള്ളതായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം കുറെ ഈച്ചകൾ ആ കടയിലേക്ക് വന്നു. കച്ചവടക്കാരൻ ഉറങ്ങുന്നത് കണ്ട് ഈച്ചകളെല്ലാം ലഡുവിന്റെ മുകളിൽ കയറിയിരുന്നു. എന്ത് രുചികരമായ ലഡു! നമുക്ക് ഇവിടെ ഒരു ആഘോഷം തന്നെയാക്കാം. അപ്പൊ തന്നെ കടക്കാരൻ ഉണർന്നു. ഈച്ചകളെ പോകാൻ പോകും. എന്തൊരു കഷ്ടം! ആ ലഡുവിനൊക്കെ എന്തൊരു സ്വാദായിരുന്നു. അതെ, എന്തൊരു കഷ്ടമാണ് നമുക്കിത് കഴിക്കാൻ പറ്റാത്തത്. നമുക്ക് ഒരിക്കലും ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. ഈ ദുഷ്ടന്മാരായ മനുഷ്യര് നമ്മളെ എപ്പോഴും ഇവിടെ ഓടിക്കും. നീയല്ലേ ഞങ്ങളുടെ നേതാവ്, നീ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഓ ശരി ശരി, നിങ്ങൾ എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കെ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ പിന്നെ പോന്നോ? പോകാനാ പറഞ്ഞത്, പോകാൻ. ഓ എന്റെ സുഹൃത്ത്, നീ ഇങ്ങനെ ദുഷ്ടനാകാതെ. നീ ഒരു നല്ല മനുഷ്യനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ കണ്ടില്ലേ, അവരൊക്കെ വിശന്നിരിക്കുക. നിന്റെ പലഹാരങ്ങളൊക്കെ എന്തു മധുരമുള്ളതാണ്. ദയവ് ചെയ്ത് നീ കുറച്ചു പലഹാരം ഞങ്ങൾക്ക് തരണം. എന്റെ സഹോദരന്മാരോട് കനിവ് തോന്നണം പ്ലീസ്. ഓ അത് ഞാൻ ചെയ്തു തരാം. അവരെത്രയായിരിക്കും കഴിക്കുക? ഓ കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോഴത്തേനും ഞാൻ കട തുറക്കും, ആളുകൾ വരും. അപ്പോഴത്തേനും നിങ്ങൾ ആവശ്യപ്പെടുന്നത് കഴിച്ചോളൂ. ഓ നന്ദിയുണ്ട് നന്ദിയുണ്ട്. വരൂ സഹോദരന്മാരെ, നമുക്ക് പോയിട്ട് അടിച്ചു പൊളിക്കാം. പോയിക്കവിടുന്ന് പോവാൻ, ഞാൻ കട തുറക്കാൻ പോവുകയാണ്. ഈച്ചകൾ കടക്കാരനോട് നന്ദി പറഞ്ഞ് പറന്നുപോയി. അതിനുശേഷവും കടക്കാരൻ ആളുകൾക്ക് മിഠായികൾ വിതരണം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ പിറ്റേ ദിവസം ഇതെന്താ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്? ഇയാള് കാരണമാണ് നമ്മുടെ കുട്ടികൾക്ക് അസുഖം വന്നത്. ഇയാൾ ഞങ്ങൾക്ക് ചീത്ത ലഡുവാണ് തന്നത്. ഏയ് അല്ല, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചതാണ്. എന്റെ മോനിപ്പോ ആശുപത്രിയിലാണ്. ഞാൻ പറയട്ടെ പ്ലീസ്. ആട്ടിക്ക് കൊല്ലണം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അർഹതയില്ലാത്തവരോട് നമ്മൾ ഒരിക്കലും ദയ കാണിക്കരുത്. ഹായ്, ഞാൻ ഷൈനി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. കൂട്ടുകാരോട് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.